പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. എന്തൊക്കെ സംഭവിച്ചാലും തൻ്റെ കുഞ്ഞിനെ രക്ഷിക്കണം എന്നുള്ള തീരുമാനത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോവുകയാണ് ഇപ്പോൾ അഭിഷേക്. ഇതിൻ്റെ ഭാഗമായി ഇതേ തുടർന്ന് അഭിഷേക് കാര്യങ്ങൾ അറിയാൻ ഇടയാവുകയാണ്. രാഹുലിൻ്റെ ചതിയെപ്പറ്റി അറിഞ്ഞതിനെ തുടർന്ന് ഞെട്ടിപ്പോകുന്ന അഭിഷേക് ഇനിയും ഇതുപോലുള്ള ചതികൾ അവൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും എന്ന് അറിയിച്ചിരിക്കുകയാണ്. അപ്രതീക്ഷിതമായ ഈ സംഭവം ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് ആലോചിക്കുകയാണ് അഭിഷേക്. അവനെ നിലയ്ക്ക് നിർത്തണം. അതിനു വേണ്ടി പുതിയ നീക്കങ്ങൾ കൊണ്ടുവന്നേ മതിയാകൂ. ഞാൻ എന്തായാലും ഇഷയെ കാണാൻ വരുന്നുണ്ട്. ഇഷ, എനിക്ക് നിന്നെ അർജന്റായി ഒന്ന് കാണണം. ഞാൻ വരാം അഭിഷേക്. കാര്യങ്ങൾ കൈവിട്ട് കളയാൻ ഞാനും ഉദ്ദേശിക്കുന്നില്ല. എൻ്റെ കുഞ്ഞ് എനിക്ക് വലുതു തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഏതറ്റം വരെയും കുഞ്ഞിനെ രക്ഷിക്കുന്നതിനായി പോവുക തന്നെ ചെയ്യും. ഇതോടെ കാര്യങ്ങൾ പുതിയൊരു ദിശയിലേക്ക് പോവുകയാണ്. ഇതിനിടയിലാണ് അഭിഷേകിന്റെ അച്ഛനെ കൃഷ്ണേട്ടൻ ചെന്ന് കാണുന്നത്. ആരാണ് അഭിഷേക്? എന്താണ് അവനും പല്ലവിയും തമ്മിലുള്ള ബന്ധം? ഇത് കേട്ട് അഭിഷേകിന്റെ അച്ഛനൊന്ന് ഞെട്ടിപ്പോവുകയാണ്. എന്താ കൃഷ്ണേട്ടാ, എന്തു പറ്റി? പെട്ടെന്നെന്താ അങ്ങനെ ചോദിക്കാൻ? ഇതുവരെ ഇങ്ങനെയൊരു സംസാരം ഉണ്ടായിട്ടില്ലല്ലോ. ഉണ്ടായിട്ടില്ല, അത് സത്യം തന്നെയാണ്. പക്ഷേ ഇപ്പോൾ സംസാരിക്കേണ്ട അവസ്ഥ വന്നിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്, ആരാണവൻ? പല്ലവിയുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ അവന്? അവനെൻ്റെ വീട്ടിൽ വന്നിരുന്നോ? പല്ലവിയുടെ ചെറുപ്പത്തിലെ ഫോട്ടോ കണ്ട് ആ ഫോട്ടോ അവൻ്റെ അനുജത്തിയാണ് എന്നാണ് അവൻ പറഞ്ഞത്. ഇതോടെ ഞാനാകെ ഞെട്ടിപ്പോയി. അവൻ പറഞ്ഞതിൽ എന്തെങ്കിലും സത്യമുണ്ടോ? നിങ്ങളുടെ മകനാണോ അഭിഷേക്? എനിക്ക് സത്യം അറിയണം. കൃഷ്ണേട്ടാ, ഇങ്ങനെ ചൂടാകാതെ. സമയം താ, ഞാൻ എല്ലാ സത്യവും കൃഷ്ണേട്ടനോട് പറയാം. അതിലെനിക്ക് യാതൊരു സംശയവുമില്ല. മനസ്സിലായോ? അഭിഷേകിൻ്റെ മകൻ തന്നെയാണ്, അതായത് പല്ലവിയുടെ സഹോദരൻ. അവന് പക്ഷേ സത്യങ്ങളൊന്നും അറിയില്ല. ഇത് പല്ലവിയുടെ സഹോദരനോ? അതെങ്ങനെ സംഭവിച്ചു? ഓ കൃഷ്ണേട്ടാ, അവൻ്റെ അമ്മയില്ലേ ഗായത്രി, അവളുടെ കൂടെയായിരുന്നു ഇവൻ. പിന്നീടന്ന് പ്രശ്നമുണ്ടാക്കിയപ്പോൾ ഇവൻ എന്നെ കൊല്ലാൻ ശ്രമിച്ച് ഓടി രക്ഷപ്പെട്ടു പോയതാണ്. ഇതേ തുടർന്ന് അവൻ അറിഞ്ഞത് അവൻ്റെ സഹോദരി മരിച്ചു എന്നുള്ള കാര്യം. അതുകൊണ്ട് തന്നെ പിന്നെ അവൻ ഇതേപ്പറ്റി അന്വേഷിക്കാനൊന്നും വന്നിട്ടില്ല. ഇപ്പോൾ ആ ഫോട്ടോ കണ്ടതാണ് വീണ്ടും അവനെ പ്രകോപിപ്പിച്ചിരിക്കുന്നത്. അവന് പഴയ അനുജത്തിയുടെ ഓർമ്മകൾ വന്നു തുടങ്ങിയിരിക്കുന്നു. കൃഷ്ണേട്ടാ, നിങ്ങൾക്ക് നിങ്ങളുടെ മകൾ നഷ്ടപ്പെടേണ്ട എങ്കിൽ അവനെ സൂക്ഷിക്കണം. അവൻ സത്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കുകയില്ല എന്നതാണ് സത്യം. അതുകൊണ്ട് തന്നെ ഇനി അവനെ വീട്ടിലേക്ക് പോലും കയറ്റരുത്. പല്ലവിയുടെ അടുത്ത് നിന്ന് അകറ്റി നിർത്തണം. ഞാൻ അങ്ങനെ തന്നെ ചെയ്യും. ഞങ്ങൾക്ക് പല്ലവിയെ നഷ്ടപ്പെടുത്താൻ വയ്യ. അവളെ അത്ര കഷ്ടപ്പെട്ടാണ് ഞങ്ങൾ വളർത്തിക്കൊണ്ടുവന്നത്. അതുകൊണ്ട് തന്നെ അവൾ ഞങ്ങൾക്ക് അത്ര സ്പെഷ്യലാണ്. അവളെ വിട്ട് ഞങ്ങൾ പോവുകയില്ല, എന്തൊക്കെ സംഭവിച്ചാലും. എന്തായാലും ഞാനിനി ശ്രദ്ധിച്ചോളാം പല്ലവിയും അഭിഷേകും കാണാതിരിക്കുന്നതിന്. പോട്ടെ. ശരി കൃഷ്ണേട്ടാ, പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ നോക്കുന്നതാണ് നല്ലത്. ഞാൻ നോക്കിക്കോളാം. ഇതെന്തായാലും കൈകാര്യം ചെയ്തല്ലേ പറ്റൂ. നമുക്ക് നോക്കാം എന്ന് പറഞ്ഞ് കൃഷ്ണേട്ടൻ പോയിരിക്കുകയാണ്. ഈ കാര്യം കണ്ടതിനെ തുടർന്ന് ഇനി അഭിഷേകിനെ ഒന്ന് കാണണം എന്നുള്ള തീരുമാനമെടുത്തുകൊണ്ട് മുന്നിലേക്ക് വരികയാണ് ഇപ്പോൾ അഭിഷേകിൻ്റെ അച്ഛൻ. പക്ഷേ ഇതേ സമയം റാംമോഹൻ തൻ്റെ തീരുമാനങ്ങൾ തൻ്റെ മകൾക്ക് വേണ്ടി മാറ്റുകയാണ്. ഇത് അറിയാനിടയാകുന്നത്
ഞെട്ടിച്ച് കളയുകയും ചെയ്യുന്നു. ഇപ്പോൾ ഇഷയുടെ ഭർത്താവായ രാഹുലിനെ തൻ്റെ കള്ളത്തരങ്ങൾ പിടിച്ചോ എന്ന് അയാൾ ആലോചിക്കുകയാണ്. തൻ്റെ കൂടെ ഇനി എങ്ങനെയാണ് റാം മോഹനെ നിർത്തുക എന്ന് ആലോചിക്കുന്ന രാഹുൽ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ പുതിയ ചതി നടത്തണം എന്നുള്ള തീരുമാനത്തിൽ ഉറച്ച് നിൽക്കുകയാണ്. ഇതിനിടയിലാണ് അഭിഷേക് രാഹുലിനെ ചെന്ന് കാണുന്നതും രാഹുലിനെ ഭീഷണിപ്പെടുത്തുന്നതും. കൊന്നുകളയും എന്നുള്ള ഭീഷണി രാഹുലിനെ ഒന്ന് ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ്. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.